ഹലോ ഫ്രണ്ട്സ്, കുട്ടിയോളി ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. ആ കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ടൊരു ദിവസം ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആ സന്യാസി ഒരു 10-20 വർഷങ്ങളായിട്ട് ദൈവത്തിനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ദൈവത്തിനെന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നാളുകൊണ്ടേ ഇദ്ദേഹം തപസ് ചെയ്യുകയാണേ. അപ്പം ആണെങ്കിൽ അതിലെ നമ്മുടെ നാരദ മഹർഷി വന്നപ്പം ഇദ്ദേഹം ചോദിച്ചു, മഹർഷേ, കുറേ നാളുകൊണ്ട് ഞാൻ തപസ് ചെയ്യുക, എനിക്ക് ഈ ജന്മത്തിൽ ഭഗവാന്റെ സന്നിധാനത്തിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, അയ്യോടാ, നിനക്ക് ഈ ജന്മത്തിൽ പോകാനൊക്കത്തില്ല, നീ ഇനി ഒരു 2 ജന്മം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ മഹർഷിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം. ഞാനാണെങ്കിൽ ഉറക്കോ എല്ലാം കളഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഭഗവാനെ കാണാനായിട്ട്. അപ്പോഴെന്താ പറയുക, ഭഗവാന് ഇനിയും ഞാൻ 2 ജന്മം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് എന്തോ കിളയ്ക്കുകയോ എടുക്കുകയോ എന്തോ ആയിരുന്നു. അന്നേരം അയാൾ ഇത് കേട്ടിട്ട് ചോദിച്ചു, നാരദ മഹർഷി, എനിക്കെന്ന് ഭഗവാനെ കാണാൻ പറ്റുമെന്ന്. അന്നേരം ആ നാരദ മഹർഷി പറഞ്ഞു, അപ്പോൾ അവിടെ ഒരു മരം നിൽപ്പുണ്ടായിരുന്നു. ഈ മരം കണ്ടോ, ഈ മരത്തിൽ എത്ര ഇലകളുണ്ട്, 10,000-കണക്കിന് ഇലകളുണ്ടല്ലേ, അത്രയും ജന്മം കഴിഞ്ഞാലേ നിനക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഈ കർഷകന് ഭയങ്കര സന്തോഷമായി, ദൈവമേ, അത്രയും ജന്മം കഴിഞ്ഞാലെങ്കിലും എനിക്ക് ഭഗവാന്റെ സന്നിധാനത്തിൽ എത്താമല്ലോ. അപ്പോഴത്തേക്ക് ഇങ്ങേരാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിലങ്ങ് ഭഗവാനെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ, അത്രയും ജന്മമെങ്കിലും കഴിഞ്ഞാൽ എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്താമല്ലോ എന്ന്. അന്നേരം നമ്മുടെ അത്രയും നേരം ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മഹർഷി ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നറിയാവോ, ആ കർഷകനെ നേരെ ഭഗവാൻ എന്ത് ചെയ്തു, മോക്ഷം കൊടുക്കുകയും ഭഗവാനെ ആ കർഷകനെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ സന്യാസി ഉണ്ടല്ലോ, അങ്ങനെ അവിടെ ദേഷ്യപ്പെട്ട് മൂശാട്ടം കാണിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ സ്വർഗത്തിൽ കൊണ്ടുപോയോ? അതും ഇല്ല. എന്തെന്ന് ഇതിന്ന് മനസ്സിലാവുന്നേ, നമുക്കെല്ലാത്തിനും ഒരു ക്ഷമ വേണം അല്ലേ. നമ്മൾ നല്ല ക്ഷമയോടെ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ ഭജിക്കുന്നു കഴിക്കുക എന്നല്ലേ, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നിയാൽ ഭഗവാൻ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് തരും. പക്ഷെ നമ്മളത് ആത്മാർത്ഥമായിട്ടായിരിക്കണം നമ്മൾ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാനും എന്താ പറയുക, നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടൊന്നും ആയിരിക്കരുത്. നമ്മൾ സിൻസിയറായിട്ട് ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹവും നമ്മളെ സിൻസിയറായിട്ട് കാണും. കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വട്ടം കഥ പറഞ്ഞപ്പോൾ സ്പീഡിൽ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി പയ്യെ പറയുന്നത്.